മുനമ്പം വിഷയത്തിൽ ഫറൂഖ് കോളേജിനെതിരെ വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തെ ഭൂമി വിൽപ്പന നടത്തിയത് ഫറൂഖ് കോളേജാണെന്നും അവർ മറുപടി പറയണമെന്നും വഖഫ് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും സമിതി ആരോപിച്ചു. മുനമ്പത്തെ വഖഫ് വിഷയത്തിൽ പ്രതി കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജാണെന്നാണ് വഖഫ് സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. നിയമവിരുദ്ധമായി സ്ഥലം വിറ്റത് മൂലമാണ് നിലവിൽ പ്രതിസന്ധി വന്നത്. സത്യാവസ്ഥ പറഞ്ഞ് ഫാറൂഖ് കോളേജ് രംഗത്ത് വരണം. സ്ഥലം സമ്മാനമായി കിട്ടിയതാണെന്ന കോളേജിന്റെ വാദം ശരിയല്ലെന്നും വഖഫ് സംരക്ഷണ സമിതി പറയുന്നു. വിൽപ്പന നടത്തിയത് മേജർ തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ കൺസെന്റ് പോലും വാങ്ങിയിട്ടില്ല. എന്നിട്ട് അതിപ്പോ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതിരുന്നപ്പോൾ ഇത് ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി തപ്പാണ്. അത് തെറ്റാണ്. വഖഫ് ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? ഫറൂഖ് കമ്മിറ്റി വേണ്ടിയാണ്. കോളേജ് കമ്മിറ്റിക്ക് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ സംരക്ഷിച്ച് വളർത്തി ഡെവലപ്പ് ചെയ്യേണ്ടത് അവരാണ്. അതവർ ചെയ്താൽ തിരിഞ്ഞു നോക്കിയില്ല അങ്ങോട്ട്. അവർക്ക് ആർക്കും അറിയില്ല, ഈ ഫറൂഖ് കോളേജിന്റെ മേധാവികൾക്കൊന്നും. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഫ്തിയാണോ എന്നും സമിതി ചോദിക്കുന്നു. ഇത് ഗിഫ്റ്റാണെന്ന് മറ്റൊരു ഫറൂഖ് കോളേജ് കമ്മിറ്റി പറഞ്ഞാൽ അതിനെ അടിവരട്ട് കൊണ്ട് ഇത് ഗിഫ്റ്റാണ്, ഇത് വഖഫ് അല്ല എന്ന് പറഞ്ഞാൽ സതീശനാണ്. കുഞ്ഞാലിക്കുട്ടി ഓശാന പാടാനുണ്ട്. അത് തെറ്റാണ്, ശരിയല്ല. മുനമ്പത്തെ 404 ഏക്കറിൽ 184 ഏക്കർ ഭൂമി മാത്രമാണ് വിൽപ്പന നടത്തിയത്. 200 ഏക്കറോളം ഭൂമി കണ്ടെത്താനുണ്ട്. 138 കുടുംബങ്ങൾ ഉള്ളിടത്ത് 600ഓളം കുടുംബങ്ങൾ ഉണ്ടെന്ന് പെരുപ്പിച്ച് കാണിക്കുന്നു. മുനമ്പത്തെ സാധാരണക്കാരെ സർക്കാർ പുനരധിവസിപ്പിക്കണം. അല്ലെങ്കിൽ അവർക്ക് മുനമ്പത്ത് ഭൂമി നൽകി പകരം ഭൂമി വഖഫായി സർക്കാർ നൽകണം. പ്രശ്നം സർക്കാർ പരിഹരിച്ചില്ലെങ്കിൽ നിലവിലുള്ള 1000ഓളം വഖഫ് കേസുകളും പ്രതിസന്ധി നേരിടുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, കോഴിക്കോട്.